പാതിരാത്രികളിൽ അലറി വിളിച്ചുകൊണ്ട് നൂൽബന്ധമില്ലാതെ കാവിലേക്ക് ഓടിയിരുന്ന ഭ്രാന്തൻ തിരുമേനിയെ ഉൾക്കിടിലത്തോടെയല്ലാതെ ആരും ഓർക്കാറില്ല. പാലമരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് വലിഞ്ഞു കയറി അയാൾ ഉറക്കെ സംസ്കൃത ശ്ലോകങ്ങളും മന്ത്രങ്ങളുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും, വല്ലാത്തൊരു അട്ടഹാസത്തോടെ. മറ്റൊരു മഴക്കാലത്ത് പാലയുടെ മുകളിൽ നിന്നും തെന്നി വീണ ഭ്രാന്തൻ തിരുമേനി കാവിൽ വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെട്ടു. മരത്തിന് മുകളിൽ നിന്നും യക്ഷി തള്ളി താഴെയിട്ടതാണത്രേ. മരിച്ചെങ്കിലും നമ്പൂതിരി ഇപ്പോഴും കാവിൽ തന്നെ ഉണ്ടെന്നാണ് മുത്തശ്ശി അടക്കമുള്ള പാവക്കാർ പറയുന്നത്. പാതിരാത്രിയുടെ നിഗൂഢയാമങ്ങളിൽ കാവിൽ നിന്നും കാലൻ കോഴിയുടെ മരണവിളി ഉയർന്നു കേൾക്കാം. അതയാളാണ് ഭ്രാന്തൻ തിരുമേനി. കാലൻ കോഴിയായി വന്ന് ഈ നാട്ടിലെ ഓരോരുത്തരെയായി അയാൾ പരലോകത്തേക്ക് കൊണ്ടുപോകും. ഇത്രയൊക്കെ ഓർക്കുമ്പോൾ ശങ്കരമാമയെ ആക്രമിക്കാൻ വന്ന കൊള്ളിപ്പിശാചിനെ കുറിച്ചുകൂടി ഓർക്കാതിരിക്കുന്നതെങ്ങനെ? പണ്ടൊരിക്കൽ, അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ സുഖനിദ്രയിലായിരുന്ന കാലം,